ശ്രീ വി ആർ രാജശേഖരൻ മറുപടി. ഹിന്ദു മതം എന്നുള്ള ഒരൊറ്റ ചട്ടക്കൂടിൽ നിൽക്കുന്നില്ല, അത് വിവിധ ഗ്രൂപ്പുകൾ ഉൾക്കൊള്ളുന്നതാണ് എന്നാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞതായി എം ജയചന്ദ്രൻ പറയുന്നത്. ഇന്നത്തെ ചർച്ചാ വിഷയം അതല്ലാത്തത് കൊണ്ടും വളരെ ഭംഗ്യന്തരേണ യഥാർത്ഥ വിഷയത്തിൽ നിന്നും ഒളിച്ചോടുന്നതിന് വേണ്ടിയാണ് ആ ഒരു സാഹചര്യം കൊണ്ടുവന്നിട്ടുള്ളത്. ഞാൻ കൃത്യമായി പറയാം, ആ വിഷയം മാത്രം എടുത്തുകൊണ്ട് ഒരു ചർച്ച സംഘടിപ്പിക്കുകയാണെങ്കിൽ ഞാനും കൃത്യമായും അതിൽ പങ്കെടുത്തുകൊണ്ട് അഭിപ്രായം രേഖപ്പെടുത്താം. ഇവിടെ എനിക്ക് രേഖപ്പെടുത്താനുള്ളത് ഞാൻ അങ്ങ് പറഞ്ഞപ്പോ ഞാൻ വെറുതെ ഇരിക്കുകയായിരുന്നു. ഞാനത് പറഞ്ഞോട്ടെ സാറേ. അതായത് അങ്ങ് പറഞ്ഞല്ലോ, ഗ്രൂപ്പുകളല്ല. ഭഗവാൻ ശ്രീകൃഷ്ണനും ശ്രീരാമചന്ദ്ര ഭഗവാനും ഒക്കെ രണ്ട് യുഗങ്ങളെയാണ് പ്രതിനിധീകരിച്ച, രണ്ട് ഗ്രൂപ്പുകളെയല്ല. ഞാനത് പിന്നീട് നമുക്കത് ആ വിഷയത്തിന് വേണ്ടി തന്നെ ജനം TV അതിന് തയ്യാറാവുകയാണെങ്കിൽ ഞാനത് പിന്നെ മതം എന്നാൽ അതിന് ഒരു വാച്യാർത്ഥം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് അഭിപ്രായം മാത്രം തൽക്കാലം നമുക്ക് വെക്കാൻ, ബാക്കി അതിന്റെ ഭാഗത്തേക്ക്. ഇവിടെ പ്രസക്ത എനിക്ക് കിട്ടിയ സമയത്ത് പറയാൻ എന്നെ അനുവദിക്കണം. ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയതയെയും അതിനെ ആരാണ് താലോലിച്ചു വളർത്തി ഇന്ന് അപകടകരമായ സ്ഥിതിവിശേഷത്തിലേക്ക് ഈ മണ്ണിൽ കൊണ്ടുവന്നിട്ടുള്ളത് എന്നതിനെ സംബന്ധിച്ച് ഈ അവസരത്തിൽ രേഖപ്പെടുത്താതെ പോകുന്നത് ശരിയല്ല. വർഗീയതയുടെ കാര്യത്തിൽ ഇവിടെ ഇന്ന് ഭൂരിപക്ഷം സമൂഹ ബന്ധുക്കളും വർഗീയതയെ വർഗീയതയുടെ പേരിൽ സംഘടിച്ചുകൊണ്ട് സർക്കാരിനെ പോലും മുട്ടുകുത്തിക്കുന്ന തരത്തിലേക്ക് വളർന്നിട്ടുള്ളത് ഇസ്ലാമിക മതവിശ്വാസികളാണ്. ആ ഇസ്ലാമിക മതവിശ്വാസികളിലെ മതേതരത്വവും അതേപോലെ സർവധർമ്മ സമഭാവനയൊക്കെ പുറത്തു പറയുമെങ്കിലും ഇന്ന് രാഷ്ട്രീയ പാർട്ടികളെ, ഇന്ന് ഒരു പക്ഷെങ്കിൽ സഖാവ് പിണറായി വിജയൻ ശിവഗിരി മഠത്തിലെ ഇത്തരം ഒരു പ്രസ്താവന നടത്താൻ നിർബന്ധിതമായി തീർന്നത് പോലും അദ്ദേഹത്തിന്റെ മനോമുകുരത്തിൽ ഉദിച്ചു ഉയർന്നു വന്ന ഒരു ചിന്താഗതി ഈ ഭൂരിപക്ഷ പ്രീണനമെന്ന് തന്നെ പറയാവുന്നതാണ് ശരി. ഇവിടെ നാം ഒന്ന് ആലോചിക്കട്ടെ, ഹിന്ദുക്കളില് വർഗീയമായി സംഘടിച്ചിട്ടുള്ളത് ആരുണ്ട് സാറേ? എവിടെ ഉണ്ടെന്ന് പറയൂ. വർഗീയമായി എന്ത് വർഗീയ കലാപമോ വർഗീയ ലഹളയോ അല്ലെ വർഗീയമായി എന്ത് ചേരിതിരിവോ ഈ സമാജത്തിനുള്ളിൽ ആര് ചെയ്തു? അതേസമയം ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ ദിവസം പത്രത്തിലും സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമായ ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടിരുന്നു. ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ, ജയചന്ദ്രൻ സാർ അതൊന്ന് ഒന്ന് ശ്രദ്ധിക്കണം, ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാര്, മതേതരത്വ സർക്കാര്, ജനാധിപത്യ സർക്കാര്, അവര് ഒരു പ്രസ്താവന നടത്തിയിരിക്കുകയാണ്. എന്താണ്? സിവിൽ സർവൻസിനെ തയ്യാറാക്കുന്നതിന് വേണ്ടി IAS, IPS, IFS, IRS തുടങ്ങിയ സിവിൽ സർവീസിന് ഉദ്യോഗാർത്ഥികളെ കണ്ടെത്തി അവരെ ഇത് പരിശീലിപ്പിക്കുന്നുണ്ട്. പരിശീലന കേന്ദ്രം സർക്കാർ ചെലവിൽ തുടങ്ങിയ സമയത്ത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് സാറേ ഒരു മതവിഭാഗത്തെ മാത്രം താലോലിച്ചുകൊണ്ട് കേരള സർക്കാരിന്റെ പ്രസ്താവ്യം വരികയാണ്? 50% മുസ്ലിമങ്ങൾക്ക് സംവരണം ചെയ്യുകയാണ്. എന്ത് മാനദണ്ഡമാണ് സാറേ അതിനുള്ളത്? OBC. എന്നിട്ട് മറ്റൊരു സംഗതിയോട് ചെയ്തു, റിസർവേഷന്റെ പരിധിയിൽ വരുന്നവർക്കെല്ലാം തികച്ചും എല്ലാം തന്നെ സൗജന്യമായിട്ട് കൊടുക്കുന്നു. അപ്പൊ ഇതിനെ വർഗീയതയെ താലോലിക്കുന്നത്, പരിപോഷിപ്പിക്കുന്നത്, വളർത്തുന്നത് ആരാണ് സാർ? ഇടതു വലതു മുന്നണികളാണ്. അവരിപ്പോ ഇന്ത്യ മുന്നണിയായതും കൃത്യമാണ്. രണ്ടുപേരും ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങളായിട്ട് തന്നെയാണ്. ഇവരെല്ലാവരും തന്നെ നശിപ്പിക്കുന്നതും അധിക്ഷേപിക്കുന്നതും അവഹേളിക്കുന്നതും സംഘടിത ശക്തി അല്ല എന്ന ഒരൊറ്റ കാരണത്തിന്റെ പേരില് ഹിന്ദുക്കളെ മാത്രമല്ലേ ഈ പാർശ്വവൽക്കരിക്കുന്നതിന് വേണ്ടി അവർ മുൻകൈയെടുക്കുന്നത്? ആ ഹിന്ദുവിന്റെ വോട്ട് തെറ്റിദ്ധരിപ്പിച്ചും ഏതൊക്കെ തരത്തിൽ വേണമെങ്കിലും ശരി ഇടതു വലതു മുന്നണികൾ സമ്പാദിക്കുന്നതിനകത്ത് അവർ വിജയിക്കുന്നു. പക്ഷെ ഇവിടെ സംഘടിത മതവിഭാഗങ്ങളുടെ, അപ്പം വർഗീയതയുടെ കാര്യത്തിൽ ഭൂരിപക്ഷം ഇന്ന് കേരളത്തെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ വർഗീയമായി സംഘടിച്ച് ഇന്ന് അവരുടെ അവകാശങ്ങളും അത് എന്താ പറയുന്നത്, അവർക്ക് അവകാശം ഇല്ലാത്തത് പോലും, അവകാശപ്പെടാൻ കഴിയാത്തത് പോലും മതത്തിന്റെ പേരിൽ ഇതൊക്കെ നേടിയെടുക്കുന്നത് ഇന്ന് ചില മതവിഭാഗങ്ങൾ തന്നെയാണ്. അതിനെ ഒന്നും നമുക്ക് കണ്ടില്ല എന്ന്. ഇത്തരത്തില് ഏത് മതവിഭാഗമാണ് അല്ലെങ്കിൽ ഏത് വിഭാഗമാണ് ഹൈന്ദവ ധർമ്മത്തില്
ആരാണ് ഇതിനകത്ത് എന്തെങ്കിലും ഒരു തെറ്റായിട്ട് നേടിയിട്ടുള്ളത്, അല്ലെ എന്താണ് ചെയ്യുന്നത്? അപ്പൊ ഇവിടെ ഭൂരിപക്ഷ വർഗീയത എന്ന് പറയുന്നത് ഇസ്ലാമിക മതവിഭാഗങ്ങളുടേതാണ്. അതിന് താഴോട്ട് ഇങ്ങോട്ട് വരുന്നു. ആ ഭാഗത്ത് മാത്രമാണ് ഹിന്ദു ഒരിക്കലും വർഗീയമായി സംഘടിച്ചിട്ടില്ല. അതിന് ഒരു തെളിവ് ഒരാളിന് പോലും തരാനായിട്ട് കഴിയില്ല. ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, സനാതന ധർമ്മത്തിന്റെ യുക്തിഭദ്രത. മുമ്പ് ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി സൂചിപ്പിച്ചത് ഞാനൊന്ന് ആവർത്തിച്ചുകൊള്ളട്ടെ. ബഹുജന സുഖായ ബഹുജന ഹിതായ ലോകാ സമസ്ത സുഖിനോ ഭവന്തു വസുധൈവ കുടുംബകം ഇത്യാദി ഉദ്ബോധനങ്ങള് ലോകത്തിന് സംഭാവന ചെയ്ത ഒരു രാഷ്ട്രം അത് ഭാരതം മാത്രമാണ് സാറ്. അപ്പൊ ഇവിടെ നാം ഒന്ന് ആലോചിച്ച് നോക്കണേ, എന്ത് വർഗീയതയാണ്? നിങ്ങൾ എന്തിനെയാണ് അവതാരകയോട് അടക്കം ചോദിക്കുകയാണ്, എന്താണ് ഇവിടെ ഭൂരിപക്ഷ വർഗീയതയെ അഡ്രസ് ചെയ്യുന്നത്, ഓൺ ചെയ്യുന്നത് ആരാണ്? അത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം കാരണം എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നതിനും നിരവധി കാര്യങ്ങൾ പറയാം സാറേ. ഒന്ന്, ഭരണഘടന അനുസൃതമായി സംവരണം ജാതികൾക്കല്ലേ. ഹൈന്ദവ ധർമ്മത്തിലെ ഹൈന്ദവ വിശ്വാസികളിലെ വിവിധങ്ങളായ ജാതികളായിട്ട് നമ്മൾ ചരിത്രത്തിലേക്കൊക്കെ പോകുന്ന പറഞ്ഞാൽ സാറേ, ഓരോ അധിനിവേശ കാലഘട്ടത്തിലല്ലേ നായർ വിഭാഗത്തെ എടുക്കുകയാണെങ്കിൽ നായർ വിഭാഗത്തിലെ 12 ഉപവിഭാഗങ്ങളെ ആരാണ് സാറേ സൃഷ്ടിച്ചത്? ബ്രിട്ടീഷുകാരനാണ് ഈ രാജ്യത്ത് സൃഷ്ടിച്ചതെന്ന് ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ കാണും. നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് അവിടേക്ക് എങ്ങും സ്പർശിക്കുന്നില്ല. ഇവിടെ നോക്കിയാൽ നമുക്ക് പകൽ പോലെ വ്യക്തമല്ലേ, ഭരണഘടന അതിനെ എന്താ പറയുന്നത് നോക്കുകുത്തിയാക്കിക്കൊണ്ടല്ലേ സാറേ നിയമനിർമ്മാണം നടത്തിക്കൊണ്ട് കോൺഗ്രസ് സർക്കാർ ഈ മതപരമായ സംവരണം ഒരു മതവിഭാഗങ്ങൾക്ക് മതത്തിന്റെ പേരിൽ സംഘടിച്ച് അവർക്ക് കൊടുത്ത് ഇന്ന് 12% OBC റിസർവേഷൻ അവരനുഭവിക്കുന്നത്. മറിച്ച് ഹൈന്ദവ സമാജത്തിലെ അവാന്തര വിഭാഗങ്ങളെ കൈപിടിച്ചുയർത്തി അവരെ ദേശീയതയുടെ മുഖ്യധാരയിലേക്ക് ഉയർത്തുന്നതിന് വേണ്ടിയല്ലേ ഈ ഭരണഘടനാനുസൃതമായി ജാതികൾക്ക് സംവരണം നിശ്ചയിച്ചിരുന്നത്? അത് തട്ടിമാറ്റിയല്ലേ ഇത് കൊണ്ടുപോയത്. ശരി.